ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി സൈപ്രസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീ മോദി മറ്റന്നാൾ കാനഡയിലെ കനനാസ്കിലെത്തും. ഈ മാസം 17-നാണ് ഉച്ചകോടി. അടുത്ത ദിവസം പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ശക്തമായി തുടരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇന്ന് പുലർച്ചെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ഇന്നലെ ഇറാൻ ഇസ്രായേലിലെ ടെൽ-അവീവിലും പരിസര നഗരങ്ങളിലും മിസൈൽ ആക്രമണം നടത്തിയതിന് പകരമായാണ് ആക്രമണം. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രായേൽ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൻപിച്ച വ്യോമാക്രമണം നടത്തിയതാണ് സംഘർഷത്തിന് തുടക്കമായത്. രണ്ടിടത്തും നിരവധി പേർ മരിച്ചു. യുഎസുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി. ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ അർത്ഥശൂന്യമാണെന്ന് ഇറാൻ വിമർശിച്ചു. യുഎസുമായുള്ള ആണവ ചർച്ചകളുടെ 6ാം ഘട്ടം നാളെ ഒമാനിലെ മസ്കറ്റിൽ നടക്കാനിരിക്കവെയാണ് ഇറാന്റെ പിന്മാറ്റം. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ തുറന്ന പിന്തുണയുണ്ടെന്ന ആരോപണവും ഇറാൻ ആവർത്തിച്ചു. എന്നാൽ ഇറാന്റെ വാദം യുഎസ് നിഷേധിച്ചു. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച അന്വേഷണത്തിനായി ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലെ വിദഗ്ധർ അടങ്ങുന്ന ഉന്നത അധികാര സമിതിക്ക് രൂപം നൽകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന ബോയിംഗ് 787 സീരീസിലുള്ള 34 വിമാനങ്ങൾ പരിശോധിക്കാൻ വ്യോമയാന ഡയറക്ടർ ജനറൽ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എയർ ഇന്ത്യ 25 ലക്ഷം രൂപ വീതം ഇടക്കാല സഹായം നൽകും. നേരത്തെ പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണിത് എന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. വിമാന അപകടത്തിൽ ഇതുവരെ 254 പേരാണ് മരിച്ചത്. നീറ്റ് UG പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം neet.nta.nic.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരസൂചികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശി മഹേഷ് കുമാറിനാണ് 1ാം റാങ്ക്. കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ 73,328 പേർ യോഗ്യത നേടി. കെനിയയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. മന്ത്രി P. രാജീവ് നെടുമ്പാശ്ശേരിയിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങും. ആദരാഞ്ജലികളും അർപ്പിക്കും. മരണപ്പെട്ടവരുടെ ബന്ധുക്കളും വിമാനത്തിൽ ഉണ്ടാകും. ഈ മാസം 9-നായിരുന്നു അപകടം. സംസ്ഥാനത്ത് വ്യാപകമായി കനത്ത മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയാണുണ്ടായത്. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പ്രചരണത്തിനായി CPIM മുതിർന്ന നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വഴിക്കടവിലും എടക്കരയിലും പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാവും MP-യുമായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനായി സംസ്ഥാന നേതാക്കളടക്കം മണ്ഡലത്തിലുണ്ട്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തകർത്താണ് ദക്ഷിണാഫ്രിക്ക ആദ്യമായി ജേതാക്കളായത്. 2ാം ഇന്നിംഗ്സിൽ 282 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു. മധ്യപ്രദേശിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു. ബാലാഘട്ട് ജില്ലയിലാണ് സംഭവം. കൊല്ലപ്പെട്ടവരുടെ പക്കൽ നിന്നും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5-ന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ISSF വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആര്യ ബോർസയും അർജുൻ ബാബൂട്ടയും സ്വർണം നേടി. ഇന്ന് നടന്ന 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീം ഇനത്തിലാണ് സ്വർണ്ണ നേട്ടം. മണിപ്പൂരിൽ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ വൻ ആയുധശേഖരം കണ്ടെടുത്തു. 5 താഴ്വര ജില്ലകളിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. 200ഓളം തോക്കുകൾ ഉൾപ്പെടെ 328 അനധികൃത ആയുധങ്ങൾ കണ്ടെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.